നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലപാടുകൾ നയിച്ച രാഷ്ട്രീയ നേതാവാണ് മുൻ കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര ഗവർണറുമായ കെ ശങ്കരനാരായണനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രവർത്തന മികവ് കൊണ്ട് പദവികൾ ശങ്കരനാരായണനെ തേടിയെത്തുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. പാലക്കാട് ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ശങ്കരനാരായണൻ 4ാം ചരമവാർഷിക അനുസ്മരണ യോഗം. പാലക്കാട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ. പമ്പിംഗ് ചെയ്യാൻ വെള്ളമില്ല. ഒറ്റപ്പാലം കിഴക്കേ തോട്ടിൽ ചാലുകീറി നഗരസഭയിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് കിണറ്റിലേക്ക് ഗുണഭോക്താക്കൾ വെള്ളമെത്തിച്ചു. നിലവിലെ വെള്ളം കൂടി കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രദേശവാസികൾ. കുളപ്പള്ളി സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപം 2 വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. 6000 രൂപ, സ്കൂട്ടർ, DVR എന്നിവ മോഷ്ടിച്ച കേസിൽ പിടിയിലായത് KP സിദ്ദിഖ്, PK സുഹൈൽ, അബ്ദുൾ സലാം എന്നിവർ. കൂടുതൽ പേർ കേസിലുണ്ടെന്നും അന്വേഷണം നടത്തിവരുന്നതായും പോലീസ്. വാർത്തകൾ വിശദമായി. നിലപാടുകൾ നയിച്ച രാഷ്ട്രീയ നേതാവാണ് മുൻ കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രവർത്തന മികവ് കൊണ്ട് പദവികൾ ശങ്കരനാരായണനെ തേടിയെത്തുകയായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. പാലക്കാട് ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച കെ ശങ്കരനാരായണൻ 4ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലക്ഷ്യത്തിലേക്ക് എത്താൻ ആശയ സംവാദത്തിന് അടിത്തറ പാകിയ രാഷ്ട്രീയ പ്രഗത്ഭരിൽ ഒരാളുകൂടിയാണ് കെ ശങ്കരനാരായണനെന്നും VD സതീശൻ പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും അണികൾക്ക് ആവേശവും ഊർജവുമായിരുന്നു. പല നേതാക്കളോടും അടുപ്പം സൂക്ഷിച്ചപ്പോഴും ആരുടെയും വക്താവായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നില്ല. ചരിത്രത്തിലും സാഹിത്യത്തിലും പുരാണത്തിലുമുള്ള അഗാധ പാണ്ഡിത്യം പ്രസ്ഥാനം വളർത്താനും എതിരാളികളെ തളർത്താനും ഉപയോഗിച്ചു. ജനാധിപത്യ മതേതര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ വർഗീയതയെ ചെറുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ശങ്കരനാരായണന് കഴിഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. കാമരാജന്റെ ഒരു ചെറിയ വീടായിരുന്നു തുടങ്ങി കാമരാജന്റെ ചരിത്രം മുഴുവൻ അല്ലെങ്കിൽ ഞങ്ങളോടെല്ലാം പറഞ്ഞു തന്നിരുന്നു. ഞാൻ പിന്നീട് വിരുദുനഗറിൽ കാമരാജന്റെ വസതിയിൽ പോയിട്ടുണ്ട്. ഇത് ശങ്കർജി ആ തലമുറയെ കുറിച്ച് ഞങ്ങളോട് പകർന്നു തന്ന അതാണ് ഞങ്ങളുടെ മനസ്സിന് പ്രതിഷ്ഠ നേടിയ വ്യക്തിത്വങ്ങളായതുമായത്. ആ കാലഘട്ടത്തിലുള്ള നേതാക്കളെ കുറിച്ച്, ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ച്, അതിലുള്ള പ്രത്യേകതകളെ കുറിച്ചെല്ലാം അദ്ദേഹം എപ്പോഴും അത് പങ്കുവച്ചിരുന്നു. അദ്ദേഹം അഭിമാനത്തോടു കൂടിയാണ് അത്തരം നേതാക്കളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ. കോൺഗ്രസ് നേതാവ്, മന്ത്രി, 15 വർഷക്കാലം UDF കൺവീനർ, മഹാരാഷ്ട്ര ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ ഗവർണർ തുടങ്ങി 7 പതിറ്റാണ്ടുകാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ശങ്കരനാരായണൻ ഷൊർണൂരിൽ വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. TO ബാവ KPCC പ്രസിഡന്റായിരിക്കെ 1960കളിൽ 2 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു കെ ശങ്കരനാരായണൻ. 1969 പിളർപ്പിൽ സംഘടനാ കോൺഗ്രസ് പക്ഷത്ത് നിന്ന അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ്, വർക്കിംഗ് കമ്മിറ്റി അംഗം, പാർലമെന്ററി ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കെ ശങ്കരനാരായണന്റെ 4ാമത് ചരമവാർഷിക അനുസ്മരണ പരിപാടിയാണ് പാലക്കാട് ശങ്കരനാരായണൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. യോഗത്തിൽ മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, MB രാജേഷ്, മുൻ മന്ത്രി KE ഇസ്മായിൽ, VK ശ്രീകണ്ഠൻ MP, മുൻ മന്ത്രി VC കബീർ, മുനിസിപ്പൽ ചെയർമാൻ P സ്മിതേഷ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ശങ്കരനാരായണന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി പറഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു. പുതിയ തൊഴിൽ സമയവും പാലിക്കണം. പാലക്കാട് ജില്ലയിലെ 40ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതായി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ LSGD ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഫണ്ട് അപര്യാപ്തമാണെങ്കിൽ കൂടുതൽ ഫണ്ട് വകയിരുത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിൽ നമുക്കിപ്പം നിലവിൽ ഓൾമോസ്റ്റ് 40-ലധികം പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട LSGDയിൽ നിന്നൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടും അതിന് വേണ്ടിയിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പുറമെ പഞ്ചായത്തുകൾക്ക് ഇപ്പം അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ വഴി പഞ്ചായത്തുകൾക്ക് കൂടുതൽ എമൗണ്ട് ഫണ്ട് കൊടുക്കുന്നതായിരിക്കും കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി. വോട്ടിന് നോട്ട് പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ പറഞ്ഞു. സിഒയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. ദൃശ്യങ്ങളുടെ ശാസ്ത്രീയമായ പരിശോധന ഫലം ഉൾപ്പെടെയാണ് സമർപ്പിച്ചത്. മുതലമട വെള്ളാരംകടവിൽ നിന്നും പിടിച്ചെടുത്ത പാറമേക്കാവിന്റെ വെടിക്കോപ്പ്
എന്ത് ചെയ്യണമെന്ന് പെസ്കോയുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന പി രാജന് യാത്രയയപ്പ് നൽകി. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ നിന്നും സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന പി രാജനാണ് ശനിയാഴ്ച യാത്രയയപ്പ് നൽകിയത്. 12 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് രാജൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ പി രാജന് സമുചിതമായ യാത്രയയപ്പാണ് നൽകിയത്. യാത്രയയപ്പ് ചടങ്ങ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ യാത്ര അയക്കുന്നത്. അപ്പൊ ഇതുവരെ ഒരു സർവീസിന്റെ ഭാഗമായി സർവീസ് ചട്ടങ്ങൾക്ക് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാജൻ അതോടൊപ്പം തന്നെ ആ ജോലികൾ നിർവഹിക്കുന്ന സമയത്ത് തന്നെ ആ ജോലിക്കും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒരു വിക്കം വരാതെ ഒരു സാമൂഹ്യ മേഖലയിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യപരമായ അംഗീകാരവും അദ്ദേഹത്തിന് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ ജനപ്രതിനിധിയായി അത് ഇനിയാവാം. അപ്പോ ഈ രംഗത്ത് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ രംഗത്ത് അനുഭവങ്ങൾ കൂടി കൈമുതലാക്കിക്കൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് രാജനീതി ഇറങ്ങുന്നത്. പി രാജനെ പൊന്നാട അണിയിക്കലും ഉപഹാരം കൈമാറലും പി മമ്മിക്കുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ പുതിയ ATM കാർഡ് പ്രകാശനം മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. വൈസ് ചെയർമാൻ VK അനുരാജ്, വാർഡ് കൗൺസിലർ VK ശ്രീകൃഷ്ണൻ, മുൻ നഗരസഭാ ചെയർമാൻ S കൃഷ്ണദാസ്, മുൻ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമേന്ദ്രൻ, P രഞ്ജിത്ത്, ND ദിൻഷാദ്, കൃഷ്ണകുമാർ, KC സോമൻ, MP സതീഷ് കുമാർ, M ഗോപാലകൃഷ്ണൻ, MS അശോകൻ, TR ജയാനന്ദൻ, P രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ KC രാജൻ സ്വാഗതവും ജനറൽ മാനേജർ VR ബിന്ദു നന്ദിയും പറഞ്ഞു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപം 2 വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. 6000 രൂപ, സ്കൂട്ടർ, DVR എന്നിവ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. KP സിദ്ദിഖ്, PK സുഹൈൽ, അബ്ദുൽ സലാം എന്നീ പ്രതികളാണ് പിടിയിലായത്. കുളപ്പള്ളി സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന മലയമുക്കിൽ ദീപകിന്റെ വീട്ടിൽ നിന്നും 6000 രൂപയും സ്കൂട്ടറും മറ്റൊരു വീട്ടിൽ നിന്നും DVRഉം മോഷണം പോയത് ഈ മാസം 16-ന് പുലർച്ചെയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് 3 പ്രതികൾ വെള്ളിയാഴ്ച പിടിയിലാവുന്നത്. ഇതിൽ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ 45-കാരൻ അബ്ദുൽ സലാം, 40-കാരൻ PK സുഹൈൽ എന്നിവരെ ഷൊർണൂർ പോലീസും കാസർഗോഡ് സ്വദേശി 47-കാരൻ KP സിദ്ദിഖിനെ ധർമ്മടം പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി സിദ്ദിഖിനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ധർമ്മടം പോലീസ് മഞ്ചേരിയിൽ നിന്നുമാണ് പിടികൂടിയതെന്ന് ഷൊർണൂർ പോലീസ് പറഞ്ഞു. 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി സിദ്ദിഖ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായും ഷൊർണൂർ പോലീസ് വ്യക്തമാക്കി. ഷൊർണൂർ DYSP സജു K എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ CIP വിഷ്ണു, SI KP അശ്വിൻ, SI ബിനോയ് കുര്യാക്കോസ്, ASI K അനിൽകുമാർ, T സജീഷ്, സുജി ശേഖർ, CPO മനോജ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പമ്പിംഗ് ചെയ്യാൻ വെള്ളമില്ല. ഒറ്റപ്പാലം കിഴക്കേത്തോട്ടിൽ ചാലുകീറി നഗരസഭയിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നടത്തുന്ന കിണറ്റിലേക്ക് ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ വെള്ളമെത്തിച്ചു. നിലവിലെ വെള്ളം കൂടി കഴിഞ്ഞാൽ വെള്ളത്തിനായി എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിയിലാണ് ജനങ്ങൾ. ഒരാഴ്ചയായി കിണറ്റിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ പമ്പിംഗ് നടത്താനാകാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട്. ഈ പദ്ധതിയെ ആശ്രയിച്ച് 100ഓളം കുടുംബങ്ങളാണുള്ളത്. കുന്നിൻമുകളിലെ പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കാറില്ല. ഏക ആശ്രയം നിലച്ചതിനെ തുടർന്ന് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. JCB ഉപയോഗിച്ച് കിഴക്കേത്തോട്ടിൽ ചാൽ കീറി കിണറിനടുത്തേക്ക് വെള്ളം എത്തിക്കുകയായിരുന്നു. ഏകദേശം 200 മീറ്ററോളം ചാൽ കീറിയാണ് വെള്ളം എത്തിച്ചത്. നിലവിൽ കുറച്ചു ദിവസത്തേക്ക് പമ്പിംഗ് നടത്താനുള്ള വെള്ളം മാത്രമാണുള്ളത്. ഇതു കഴിഞ്ഞാൽ വെള്ളത്തിനായി എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിയിലാണ് പ്രദേശനിവാസികൾ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇക്കുറി പൊതുവെ വെള്ളം കുറവാണ്. അപ്പം അതിന് തടയണക്കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എന്തോ നടന്നില്ല. ഈ തവണ അങ്ങനെ അടുത്ത തവണയെങ്കിലും മുൻകരുതലോടുകൂടി
ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്ന് വിചാരിക്കണം. കോലോത്തുന്ന് പ്രദേശത്തുള്ള ജനങ്ങൾ നഗരസഭാ കൗൺസിലർ സുനീറ മുജീബിൻ്റെ നേതൃത്വത്തിലുള്ള ജനങ്ങളാണ് പ്രവർത്തിക്ക് നേതൃത്വം നൽകിയത്. തോട്ടിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ സ്ഥിരമായുള്ള തടയണ അടുത്തു തന്നെ വരുമെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ കോലോത്തുകുന്ന് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും നഗരസഭാ കൗൺസിലർ സുനീറ മുജീബ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ള കോലോത്തുനിന്ന് കുടിവെള്ള പദ്ധതിയിൽ ജലക്ഷാമം നേരിട്ടപ്പോൾ ജനങ്ങളുടെ സഹായത്തോടു കൂടി 200 മീറ്ററോളം JCB ചാലുകീറി നമ്മളിന്ന് പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്താത്തൊരു പ്രദേശമാണ് കോലോത്തുനിന്ന്. ഈ പ്രദേശത്ത് ജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് ഏറ്റവും വലിയ കരുതലായിട്ടുള്ളത്. അവരുടെ പിൻബലത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളത്തിലെ വലയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ആളൂരിലെ വല്ലക്കുന്നിൽ ചെമ്മീൻ ചാലിനരികിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെ വലയിൽ കാൽ കുടുങ്ങി മരിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീടെടുത്താണ് താമസിച്ചിരുന്നത്. അവധിയായതിനാൽ രാത്രിയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയതായിരുന്നു. ഇതിനിടെയാണ് അച്ചു കുളത്തിലേക്ക് വീണത്. ചെമ്മീൻ ചാലിലെ വലയിൽ കാൽ കുടുങ്ങിയതാണ് അപകടത്തിന് കാരണം. മറ്റുള്ളവർക്ക് നീന്തൽ അറിയാത്തതിനാൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തിരുവനന്തപുരം വെങ്ങാനൂർ പെരിങ്ങമല കോടാണിവിള പരേതരായ റിട്ടയർഡ് KSRTC ഡ്രൈവർ മണിയുടെയും സുനിതയുടെയും മകൻ 19 വയസ്സുള്ള MS അച്ചുവാണ് മരിച്ചത്. മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ നഗരിപ്പുറത്ത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി മാറിയ പാതയോരത്തെ ദ്രവിച്ചു വീഴാറായ തെങ്ങ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. വാർഡംഗം അൻവർ സാദിഖാണ് സ്വന്തം ചിലവിൽ പണം മുടക്കിക്കൊണ്ട് തെങ്ങ് മുറിച്ചുമാറ്റിയത്. മണ്ണൂർ പത്തിരിപ്പാല റോഡിൽ നഗരിപ്പുറം പേട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് 20ഓളം മീറ്റർ ഉയരത്തിലുള്ള ചെരിഞ്ഞ് വീഴാറായ ദ്രവിച്ച തെങ്ങ് നിന്നിരുന്നത്. ഇത് യാത്രക്കാർക്ക് ഭീഷണിയായിരുന്നു. അതേസമയം തെങ്ങ് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളും നൽകിയിരുന്നു. മാധ്യമ വാർത്തകളിലും ഇടം പിടിച്ചിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. ശക്തമായ കാറ്റടിച്ചാൽ വൈദ്യുതി കമ്പികളിലേക്ക് വീണ് റോഡിലേക്ക് പതിക്കാനും സാധ്യതയുണ്ടായിരുന്നു. ഇത് വലിയ ദുരന്തം വരുത്തിവെക്കുമായിരുന്നു. യാത്രക്കാരുടെ ജീവനെ ഓർത്താണ് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് സ്വന്തം ചിലവിൽ പണം മുടക്കി തെങ്ങ് വെട്ടിമാറ്റാൻ മുന്നോട്ട് വന്നത്. അപകടകരമായ വിധത്തിൽ ഈ പേട്ട സ്റ്റോപ്പിൽ നിരവധി വിദ്യാർത്ഥികളും സ്ത്രീകളും കുട്ടികളും അടക്കം ബസ് കാത്തു നിൽക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന പ്രധാന ഭാഗത്ത് ഒരു തെങ്ങ് ദ്രവിച്ചു നിൽക്കുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവിടെയുള്ള ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ PWD അധികാരികളുമായി സംസാരിക്കുകയും അവർ അത് മുറിച്ചോളൂ എന്ന് പറയുകയും ഉടനെ തന്നെ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുമായും KSEB അധികാരികളുമായി സംസാരിച്ച് അവർ ലൈൻ ഓഫ് ചെയ്തതിൻ്റെ ഫലമായി ഒരു വളരെയധികം ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തെങ്ങ് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ജനകീയമായ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരമാകുന്ന പ്രവർത്തനങ്ങളുമായി പ്രിയപ്പെട്ടവരുടെ കൂടെ എന്നും കൂടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേസമയം തെങ്ങ് വെട്ടിമാറ്റിയ പഞ്ചായത്ത് അംഗത്തെ യാത്രക്കാരും അഭിനന്ദിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെയും പത്തിരിപ്പാല ഇലക്ട്രിസിറ്റി അധികൃതരെയും അനുമതിയോടെയാണ് തെങ്ങ് വെട്ടിമാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നാടിനെ വിളിച്ചുണർത്തിയിരുന്ന സൈറൻ അവസാന ചൂളം വിളിയോടെ നിശബ്ദമായി. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിക്ക് അവസാന ചൂളം വിളിയോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സൈറൻ പ്രവർത്തനം നിർത്തി. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സൈറൻ നിർത്തലാക്കിയത്. പൊതുജനങ്ങൾക്ക് സമയം അറിയുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പാടാക്കിയിരുന്ന സൈറൻ സംവിധാനമാണ് ഇല്ലാതായത്. 1979 നഗരസഭ രൂപീകരിച്ചതു മുതൽ കൊടുങ്ങല്ലൂരിൽ സൈറൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ദിവസം 4 തവണ സൈറൻ മുഴങ്ങിയിരുന്നു. അക്കാലത്ത് സൈറൻ ജനജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഏറെ വർഷങ്ങളായി രാവിലെ 6 മണിക്ക് മാത്രമാണ് സൈറൻ മുഴങ്ങുന്നത്. നൈറ്റ് വാച്ച്മാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന നഗരസഭ കണ്ടിജൻസി ജീവനക്കാരനാണ് സൈറൻ മുഴക്കുന്നതിന്റെ ചുമതല. 1979 കൊടുങ്ങല്ലൂർ നഗരസഭ രൂപീകൃതമായ കാലം തുടങ്ങിയുള്ള നടപടിയാണത്. ആദ്യകാലങ്ങളിൽ രാവിലെ 6 മണി, 9 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 5, രാത്രി 8 അങ്ങനെ 5 സമയങ്ങളിലാണ് സൈറൻ അടിച്ചിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് രാവിലെ 6 മണിക്ക് മാത്രമേ അടിക്കാറുള്ളൂ. സർക്കാർ ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി മാഡവും സെക്രട്ടറി സമീറ മാഡവും നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ ഈ നടപടി അവസാനിപ്പിക്കുകയാണ്. നഗരസഭയിലെ വർക്കർ ഏജൻറ്റിൻ്റെ ഭാഗമായിട്ട് നൈറ്റ് വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യുന്ന
കണ്ടിജൻ്റ് വർക്കേഴ്സാണ് ഈ ജോലി നിർവഹിച്ചിരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉത്തരവിലൂടെ സൈറൺ നിശബ്ദമാകുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളം കൂടിയാണ് മാഞ്ഞു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വലതു ചൂണ്ടുവിരലിൽ മരണം തൊട്ട നിമിഷത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും കൈപിടിച്ച് അതിജീവിച്ച താഹിർ അഴീക്കോട് തൻ്റെ കർമ്മരംഗത്ത് വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ്. കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്നേക്ക് റെസ്ക്യൂവറായ താഹിറിന് കഴിഞ്ഞ ജനുവരി 30 രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് അണലിയുടെ കടിയേറ്റത്. രക്ഷകന്റെ കയ്യിൽ വിഷപ്പല്ല് താഴ്ത്തിയ അണലിയുടെ പരാക്രമത്തെക്കുറിച്ച് താഹിർ പറയുമ്പോൾ വാക്കുകളിൽ തെല്ലും ഭീതിയില്ലെങ്കിൽ കൂടി കേട്ടു നിൽക്കുന്നവൻ്റെ സിരകളിലൂടെ ഭയം അരിച്ചു കയറും. സാധാരണ പോലെ തന്നെ റെസ്ക്യൂവിന് ടീം വിളിച്ചിട്ട് അങ്ങനെ പോയതാണ്. പോകുമ്പോൾ അവിടെ 2 അണലി വലയപ്പെട്ട് കിടക്കണ്ടായി. അങ്ങനെ ഞാൻ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് വല കട്ട് ചെയ്ത് എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. ആ സമയത്ത് ഒരണലി വലയുടെ താഴത്താണ് കിടന്നിരുന്നത്, മറ്റേത് ഒരെണ്ണം മേലെ. സാധാരണ നമ്മൾ ചെറിയ പൈപ്പ് വെച്ചിട്ടാണ് തല പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ചെയ്യൽ. അതേപോലെ ചെയ്തിരുന്നു മറ്റേത് വലയുടെ ഉള്ളിൽ കൂടി പെട്ടെന്ന് വന്നിട്ട് അറ്റാക്ക് ചെയ്താണ് സംഭവിച്ചത്. അപ്പോൾ കാണുന്ന ആൾക്കാരെ വിചാരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പൈപ്പ് ചെറുതാണ്, അപ്പോൾ പൈപ്പിൽ അതിലൂടെ കയറിയിട്ട് നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായങ്ങൾ ആൾക്കാർക്കുണ്ട്. പക്ഷെ അതല്ല നമ്മൾ ചെയ്യണത്. സാധാരണ പൈപ്പിൽ പാമ്പിനെ തല മാത്രം കയറ്റുള്ളൂ. തല മാത്രം പൈപ്പിൽ കയറ്റിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ കൈ വെച്ച് പിടിച്ചിട്ടാണ് വല കട്ട് ചെയ്യണത്. 2 പൈപ്പ് കൊണ്ടുവരുന്നത് നമ്മൾ പൈപ്പ് ആ വീട്ടിൽ പൈപ്പ് ചോദിച്ച് കുറച്ച് നീട്ടുള്ള പൈപ്പ് ചോദിച്ചപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നില്ല. കുറച്ച് ചോദിച്ച് പിന്നെ ഉള്ള വല്ലടിയിലായ കാരണം റിസ്ക് ചെയ്താണ്. വലയിൽ കുടുങ്ങിയ 2 അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയായിരുന്നു സംഭവം. പാമ്പുകൾ ഒന്നിൻ്റെ തല പ്ലാസ്റ്റിക് പൈപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റൊരു പാമ്പ് താഹിറിനെ കടിച്ചത്. കടിയേറ്റ ഉടനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെത്തിച്ച താഹിറിനെ ആൻറ്റിവെനം നൽകി. തുടർന്ന് മോഡേൺ ആശുപത്രിയിലും അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. 15 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ താഹിർ ഡോക്ടർമാരായ ആശ, മനോജ് ജോസ്, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ചികിത്സയിലൂടെ ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തു വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടിയിട്ടുള്ള താഹിറിന് ഇത്തരമൊരു അനുഭവം ഇതാദ്യമാണ്. ചെറിയ പൈപ്പിലേക്ക് പാമ്പിനെ കയറ്റാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടാക്കിയതെന്ന വാദത്തെ താഹിർ തള്ളിക്കളയുന്നു. പാമ്പ് കടിയേറ്റ വലതു കൈയിലെ മുറിവ് ഇണങ്ങിയിട്ടില്ലെങ്കിൽ കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കുതിരാനിലെ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് പാമ്പുകളെ തുറന്നുവിടുന്നതായി പരാതി. പാമ്പിനെ തുറന്നുവിട്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു. തൃശൂർ കുതിരാനിലെ ജനവാസ മേഖലയോട് ചേർന്ന വനംവകുപ്പ് പാമ്പുകളെ തുറന്നുവിട്ടതായാണ് പരാതി. പാമ്പിനെ തുറന്നുവിട്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനവും തടഞ്ഞു. പാണഞ്ചേരി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയ പാമ്പുകളെയാണ് കുതിരാൻ ക്ഷേത്ര പരിസരത്ത് തുറന്നുവിടുന്നത്. കഴിഞ്ഞ ദിവസം പാമ്പുകളെ തുറന്നുവിടാനെത്തിയ വനംവകുപ്പിന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്. വനാതിർത്തി പങ്കിടുന്ന പാണഞ്ചേരി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പാമ്പുകളെ തുറന്നുവിട്ടതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ശൗചാലയത്തിൽ വെച്ച് 2.5 വയസ്സുകാരനെ പാമ്പ് കടിയേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ചേറ്റൂർ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് ഇറാം എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരം. റിട്ടയേർഡ് SI കെ സുരേഷ് കല്യാണിക്കുട്ടിയമ്മയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. കല്യാണിക്കുട്ടിയമ്മയ്ക്ക് റിട്ടയേർഡ് SI കെ സുരേഷ് ഉപഹാരം സമ്മാനിച്ചു. ഏറ്റവും ധന്യമായ ഒരു സംഭവം TV ചാനലുകാരും എല്ലാം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുപോലെ ചേറ്റൂർ മകരയിൽ തന്നെ ഏറ്റവും പ്രമുഖമായ നായർ തറവാടായ ചേറ്റൂരിൻ്റെ മുതിർന്ന അമ്മമാണ്. അത് മകരയിലെ തന്നെ തറവാട്ടിലമ്മയാണ്. അവരുടെ ശതാബ്ദി ആരോഗ്യത്തോടെ ചിലവർക്കൊന്നും ഓർമ്മ പോകുന്നുണ്ടാവില്ല. അവർ ഒരുപാട് ഇനിയും ആരോഗ്യത്തോടെ നായരാരോഗ്യത്തോടെ ഇരിക്കട്ടെ. അതിന് മക്കളൊക്കെ കൂടി ഇങ്ങനെ ഒരുക്കുകയും എന്ന് വേണ്ട A to Z എല്ലാവരെയും വിളിച്ച് അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തത് വലിയ ഒരു കാര്യമാണ്. ഇത്തരം ഒരു അപൂർവ നിമിഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞത് വലിയ ഒരു സന്തോഷം. ചടങ്ങിൽ ശംസുദ്ദീൻ മാങ്കുർശി അധ്യക്ഷനായി. ലീല ബാലകൃഷ്ണൻ സംസാരിച്ചു. കല്യാണിക്കുട്ടിയമ്മയുടെ ശതാബ്ദി ആഘോഷം വിപുലമായാണ് ആഘോഷിച്ചത്. മങ്കര സർ സി ചേറ്റൂർ ശങ്കരനായരുടെ കുടുംബമാണ് ശതാബ്ദി ആഘോഷിക്കുന്ന ചേറ്റൂർ കല്യാണിക്കുട്ടിയമ്മ. മങ്കര കോട്ടയിലാണ്
താമസം. ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സംഘടനകളും ഇവരെ ആദരിക്കാൻ വീട്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലപാടുകൾ നയിച്ച രാഷ്ട്രീയ നേതാവാണ് മുൻ കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര ഗവർണറുമായ കെ ശങ്കരനാരായണനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രവർത്തന മികവ് കൊണ്ട് പദവികൾ ശങ്കരനാരായണനെ തേടിയെത്തുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. പാലക്കാട്ട് ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ശങ്കരനാരായണൻ 4ാം ചരമവാർഷിക അനുസ്മരണ യോഗം. പാലക്കാട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ. പമ്പിംഗ് ചെയ്യാൻ വെള്ളമില്ല. ഒറ്റപ്പാലം കിഴക്കേ തോട്ടിൽ ചാലുകീറി നഗരസഭയിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് കിണറ്റിലേക്ക് ഗുണഭോക്താക്കൾ വെള്ളമെത്തിച്ചു. നിലവിലെ വെള്ളം കൂടി കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രദേശവാസികൾ. കുളപ്പുള്ളി സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപം 2 വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. 6000 രൂപ, സ്കൂട്ടർ, DVR എന്നിവ മോഷ്ടിച്ച കേസിൽ പിടിയിലായത് KP സിദ്ദിഖ്, PK സുഹൈൽ, അബ്ദുൾ സലാം എന്നിവർ. കൂടുതൽ പേർ കേസിലുണ്ടെന്നും അന്വേഷണം നടത്തിവരുന്നതായും പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.